ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചന്ദ്രനെ കുറിച്ച് പഠിച്ചു. അടുത്തതായി നവഗ്രഹങ്ങളിൽ മൂന്നാമത്തെ ഗ്രഹമായ ചൊവ്വ, കുജൻ, അങ്കാരകൻ എന്നീ വിളിപ്പേരുകളിൽ അറിയപ്പെടുന്ന ചൊവ്വയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ചൊവ്വയുടെ സ്വാധീനം. ഒരാളിൽ ഒരു ഗ്രഹത്തെ കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും ഒന്നും സാധിക്കില്ല. 9 ഗ്രഹങ്ങളുടെ റെപ്യൂട്ടേഷൻ കോമ്പിനേഷനാണ് ജ്യോതിഷപരമായിട്ട് ഒരു വ്യക്തിയുടെ സ്വാധീനത്തെ വിശകലനം ചെയ്യാൻ സഹായിക്കുന്നത്. ഒബ്സർവേഷൻ വേണം. ഭാവകാരത്വം, ഗ്രഹം പറഞ്ഞു തരുന്ന കാരകത്വവും രാശിയുടെ വിലയിരുത്തലുകളും കൂടി ചേരുന്ന ഒരു ഒബ്സർവേഷനാണ് ഈ 12 രാശി കൊണ്ട് ലോക നിലവാരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ജ്യോതിഷകരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 12 രാശിയിലൂടെയാണ് നമ്മൾ ലോകത്തിൻ്റെ തന്നെ വിഷയങ്ങൾ ചിന്തനം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഭാവകാരകത്വവും ഗ്രഹങ്ങളുടെ രാശിപരമായിട്ടുള്ള ഗ്രഹങ്ങളുടെ കാരകത്വവും രാശിയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ നിൽപ്പും ഒക്കെ മനസ്സിലാക്കി വേണം ഇത് ഗ്രഹിക്കാൻ, വീക്ഷണം ചെയ്യാൻ. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് ക്രൂര ദൃഷ്ടിയുള്ളവരാണ്, യുവാവാണ്, യുവത്വം നിറഞ്ഞവരാണ്, ചെറുപ്പമാണ്, ത്യാഗം ചെയ്യുന്ന കഴിവുള്ളവരാണ്, ഉദാരനാണ്, പിത്തപ്രകൃതിയുള്ളവരാണ്, അരക്കെട്ടിന് വണ്ണക്കുറവുള്ളവരാണ്, കണ്ണ് എപ്പോഴും നല്ല ചുവന്ന് കിടക്കുന്നവരാണ്, പൗരുഷ സ്വഭാവമുള്ളവരാണ്, ക്രൂരദൃഷ്ടിയുള്ളവരാണ്, ആയുധം, ചീത്തവിളി, മേധസ്, സോൾജിയേഴ്സ്, സൈന്യാധിപൻ എന്നീ മേഖലകളിൽ കഴിവ് നിയന്ത്രിക്കുന്നവരാണ്. ദേവഗണങ്ങളുടെ സർവസൈന്യാധിപനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി ചൊവ്വയുടെ കാരകത്വം വഹിക്കുന്ന ദേവതയാണ്. ഓജരാശിയിൽ ചൊവ്വ നിന്നാൽ സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രാർത്ഥിക്കേണ്ടത്. യുഗ്മരാശിയിൽ ചാമുണ്ഡി, ഭദ്രകാളി എന്നീ ദേവതകളെ പ്രാർത്ഥിക്കണം. വീരഭദ്രൻ, കാലഭൈരവൻ എന്നിവയെല്ലാം ചൊവ്വയുടെ കാരകത്വം ഉള്ളവരാണ്, ദേവതകളാണ്. അപ്പോൾ ദേവതാസങ്കല്പം, സുബ്രഹ്മണ്യൻ്റെ ദേവതാസങ്കല്പം ചൊവ്വയാണ്. അപ്പോൾ നിയന്ത്രിക്കാനുള്ള കഴിവ് വളരെ സ്ട്രോങ് ആയിരിക്കുവാർ, മെയിൽ നേച്ചറായിരിക്കും. സ്ത്രീകളായാലും മെയിൽ നേച്ചറും ആയിരിക്കും, പൗരുഷം ഉള്ളവരായിരിക്കും. അതായത് പട്ടാളം, പോലീസ്, അതുപോലെയുള്ള ഹെവി റിസ്ക് എടുക്കുന്ന രീതിയിലുള്ള ആയുധപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, രക്തം തളം കെട്ടി നിൽക്കുന്നിടത്ത്, മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നിടത്ത്, മോർച്ചറിയിൽ, അതുപോലെ പോലീസിൽ ബ്ലഡ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ആക്സിഡൻ്റ് കാര്യങ്ങൾക്ക്, സർജറി നടത്തുന്നിടത്ത്, ശത്രുക്കൾ, ആയുധപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്ത്, ഇതെല്ലാം ഹെവി റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ചൊവ്വയുടെ കാരകത്വം കൊണ്ടാണ് നിലനിൽക്കുന്നത്. വൈരാഗ്യബുദ്ധി ഉണ്ടാക്കുന്നത്, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം
അതുപോലെ ലോഹിതാക്ഷൻ എന്ന് വെച്ചാൽ കണ്ണ് ചുവപ്പ് ആയിരിക്കുന്ന അവസ്ഥ, എപ്പോഴും കണ്ണ് ചുവപ്പായിരിക്കും, അതാ ലോഹിതാക്ഷൻ. മീഡിയം പൊക്കമായിരിക്കും ഇവർക്ക്. സോൾജേഴ്സിൻ്റെ കൂട്ടത്തിലായാലും നെഞ്ചൊക്കെ വിരിച്ച് നല്ല പൗരുഷത്തോട് നിൽക്കുന്ന മെയിൽ നേച്ചറായിട്ടുള്ള മീഡിയം പൊക്കമുള്ളവരായിരിക്കും ഇവർ. അതുകൊണ്ടൊക്കെ ചെസ്റ്റൊക്കെ വിരിച്ച് നല്ല പൗരുഷത്തോടുകൂടി കൈകാര്യം ചെയ്ത്, അത് സ്ത്രീകളായാലും നല്ല പൗരുഷത്തോടു കൂടി എന്തിനും പോകുന്നവരായിരിക്കും. അതെല്ലാം ക്രൂരത്വം നിറഞ്ഞ അവരായിരിക്കും. പവർഫുൾ നേച്ചറായിരിക്കണം, അഗ്രസീവ് ആയിരിക്കണം. പെണ്ണുങ്ങളായാലും ശരി തന്നെ അഗ്രസീവ് ആയിരിക്കണം, പവർഫുൾ ആയിരിക്കും. പൗരുഷക്കുറവ് എന്ന് പറഞ്ഞേക്കാം. എന്തുകൊണ്ടാണ്? ഈ ബലക്കുറവ്, ചൊവ്വയുടെ ബലക്കുറവുള്ളിടത്ത്, ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നിടത്ത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അതേപോലെ പവർഫുള്ളായിട്ട് നിൽക്കുന്ന സ്ത്രീ ആയിരിക്കണം പുരുഷന് സ്ത്രീകൾ വേണം, സ്ത്രീക്ക് പുരുഷനും വേണം. അങ്ങനെയായാലേ ആ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ചൊവ്വാദോഷം എന്ന് ആൾക്കാർ പേടിപ്പിക്കുന്ന തരത്തിൽ പറയുന്നത്. ചൊവ്വ ബലവാനായിട്ടുള്ള ജാതകത്തിൽ അതേ രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിവ് വേണം. പെണ്ണിനായാലും ആ പുരുഷനോടൊപ്പം, സ്ത്രീക്കായാലും അതുപോലെ പിടിച്ചു നിൽക്കാൻ ഉള്ള കഴിവുള്ള, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ശരി തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള നേച്ചർ ആയിരിക്കണം. എന്നാലേ അവിടെ ജീവിത വിജയം ഉണ്ടാകാൻ പറ്റും. ഇല്ലെങ്കിൽ പൗരുഷക്കുറവുണ്ട്, അത് എനിക്ക് പറ്റിയ ആളല്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വൈവാഹിക ബന്ധം ആയിപ്പോവും. അയാൾ വേണ്ടത്ര പൗരുഷമില്ല എന്നുള്ള രീതിയിലുള്ള ബന്ധം ആയി മാറും. അതുപോലെ സൗത്ത്, തെക്കാണ് ഡയറക്ഷൻ. സൗത്ത് ഡയറക്ഷൻ, ലോജിക്കൽ ബ്രെയിൻസ് എന്നിവയൊക്കെ ചൊവ്വ ബലപ്പെട്ടതാണ്. പോലീസ്, സൈന്യം, സൈന്യാധിപൻ എന്നിവയെല്ലാം ചൊവ്വയുടെ നിയന്ത്രണമാണ്. അതുപോലെ ഇവരെ തോൽപ്പിക്കാൻ പറ്റുന്നത് ഇവരുടെ ചപലതകൾ, ഇവരുടെ ചപലതകൾ മനസ്സിലാക്കി ചൂഷണം ചെയ്താലേ ഇവർ തളരുകയുള്ളൂ. അല്ലാതെ ഇവരെ തളർത്താനാകില്ല. ഇവരുടെ കുറവുകൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്താലേ ഇവർ തളരുകയുള്ളൂ. അതുകൊണ്ടൊക്കെ സർജറി, ഇവർ ബലപ്പെട്ടവർക്ക്, ചൊവ്വ ബലപ്പെട്ടവർക്ക് സർജറി പരമായിട്ടുള്ള പാടുകളോ വ്രണപരമായിട്ടുള്ള പാടുകളോ മായാത്ത പാടുകൾ, മുറിപ്പാടുകൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഒരടയാള വസ്തുവായിട്ട് അതെന്നും കാണും. സർജറിയുടെയോ വ്രണത്തിൻ്റെയോ എന്തെങ്കിലും ഒരു മുഴാപരമായിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു അടയാളം ഇവർക്കുണ്ടായിരിക്കും. സെൽഫിഷ്നെസ്, അറ്റാക്കിംഗ് നേച്ചർ എന്നിവ ഇവർക്ക് കൂടുതലായിരിക്കും. ആങ്കർ, ഹെവി ആയിട്ടുള്ള അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചൊവ്വയുടെ കാരകത്വത്തിലുള്ളതാണ്. അതുപോലെ സ്ത്രീകളായാലും ശരി, ചൊവ്വയ്ക്ക് ബലമുള്ളത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചൊവ്വയ്ക്ക് ബലമുള്ള സ്ത്രീകൾക്ക് ഇത് നല്ലവണ്ണക്ക് യൂസ് ചെയ്യാൻ പറ്റും. പൗരുഷ സ്വഭാവത്തോടു കൂടിയ മെയിൽ നേച്ചർ കൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ ബലത്വം കിട്ടും. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും.
പ്രതിരോധ ശേഷി ഇവർക്കുണ്ടാവും. ശാരീരിക ബന്ധത്തിലായാലും ശുക്രൻ മാത്രമല്ല, ചൊവ്വയ്ക്കും ബലമുണ്ടെങ്കിലേ ശാരീരിക ബന്ധത്തിനും ഒരു വിജയമുണ്ടാവത്തുള്ളൂ. അതുപോലെ ഒരു കാര്യങ്ങളിൽ ലീഡറല്ല, മാനേജർ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്താൽ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാനുള്ള കഴിവുള്ള ഒരു മാനേജർ ആണ്. വിൽ പവറോട് കൂടിയ ആളാണ് ചൊവ്വയുടെ കാരകത്വം വഹിക്കുന്നത്. ബോഡി ബിൽഡർ ആവുക, മെയിൽ നേച്ചറായിട്ടുള്ള ആളാവും. എപ്പോഴും പൊട്ടത്തരം പറയുന്നവരായിരിക്കും. പൗരുഷം ശരീരത്തിലാണെന്ന് വിശ്വസിക്കുന്ന സ്ത്രീകളായിരിക്കും. ഇതെല്ലാം ചൊവ്വയുടെ സ്വഭാവ രീതിയാണ്. എന്തിനെക്കുറിച്ചും ഒരു പരതൽ ഇവർക്കുണ്ടാവും. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. അതുപോലെ വയലൻസ് ആവുകയും ചെയ്യും. ക്രൂരകൃത്യങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതും ചൊവ്വ ബലപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും. ഇവരുടെ വീക്ക്നെസ് എന്താന്ന് വെച്ചാൽ അതിൽ കയറി പിടിച്ചാലേ ഇവരെ തളർത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇവരെ തളർത്താൻ പാടാണ്. കശാപ്പ് ശാല, പോസ്റ്റ്മോർട്ടം, മോർച്ചറി, ബ്ലഡ് സ്ഥലങ്ങൾ, ഷോക്കിംഗ് ആകുന്ന ഹെവി ഐറ്റംസ് എല്ലാം ചൊവ്വയുടെ നിയന്ത്രണത്തിലാണ്. അതുപോലെ ചൊവ്വയുടെ ദശാകാലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കടങ്ങൾ ആയി മാറും. ബലക്കുറവുള്ളപ്പോൾ, ചൊവ്വയ്ക്ക് ബലക്കുറവുള്ളപ്പോൾ ചൊവ്വയുടെ ദശാകാലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം കടമായി തീരുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നതും ചൊവ്വ ബലക്കുറവുള്ള സമയത്തുള്ളതാണ്. ചൊവ്വ ബലക്കുറവ് ആയിക്കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി കുറവുണ്ടാകും. എല്ലാത്തിനും ക്ഷയം സംഭവിക്കും. അവിടെ ധൈര്യക്കുറവ് ഉണ്ടാവുക, ശുദ്ധനായി മാറുക, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥ, അതെല്ലാം ഉണ്ടാക്കുന്നത് ചൊവ്വയുടെ ബലക്കുറവ് മൂലം ഒന്നുമല്ലാത്ത രീതിയിലേക്ക് മാറുന്ന അവസ്ഥയാക്കി കാണിക്കും. രക്തം കണ്ടാൽ തലകറങ്ങി വീഴുന്ന, മനസ്സ് കട്ടിയില്ലാത്ത, മറ്റൊരു മൈൻഡിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് ബലക്കുറവ് മൂലം ഉണ്ടാകുന്നത്. അവിടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ല. രക്തം പോലെയുള്ള കട്ട പിടിച്ചു കിടക്കുന്ന, രക്തത്തുള്ളികൾ വീഴുന്ന, രക്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ബ്ലഡ് ഹെവി റിസ്ക് എടുക്കേണ്ട കാര്യങ്ങൾക്കെല്ലാം പേടിയും ഭയവും മൂലം പുറകോട്ട് മാറുന്ന ഒരവസ്ഥയുണ്ടാക്കുന്ന രീതിയാണ് ചൊവ്വയുടെ ബലക്കുറവിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ചൊവ്വയെക്കുറിച്ച് ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇതിൻ്റെ ദേവത. ചാമുണ്ഡി, ഭദ്രകാളി എന്നിവരും ചൊവ്വാദശയിൽ പ്രാർത്ഥിക്കേണ്ട ദേവതകളാണ്. വീരഭദ്രൻ, കാലഭൈരവൻ എന്നിവർ. ഭഗവതി സേവ, ചുവന്ന മാലകൾ, കടുംബായുസം, പഞ്ചാമൃതം, പനിനീരഭിഷേകം, മാമ്പഴം നിവേദ്യം, ഭസ്മാഭിഷേകം, കുങ്കുമാഭിഷേകം, രക്തപുഷ്പാഞ്ജലി എന്നിവയെല്ലാം സുബ്രഹ്മണ്യനും ഭദ്രകാളി ക്ഷേത്രത്തിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലും ചൊവ്വ ദശാകാലങ്ങളിലും നടത്തുന്നത് ഉത്തമമായിരിക്കും. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.